നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കുക. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിലെത്തി. വിഷ്ണു സുരേഷ് എറണാകുളം ജില്ലാ ജയിലിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്ന് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണോ എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പ്രതിഭാഗം മറുപടി നൽകിയത് ഇതിനൊരു അടിയന്തര സ്വഭാവമുണ്ട്, അനാവശ്യമായ ഒരു കേസാണ് എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. ഒപ്പം ഈ തെറ്റിനി ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കില്ല എന്നും കോടതിയെ ധരിപ്പിച്ചിരുന്നു. ആ സമയത്ത് കോടതി പറഞ്ഞത് പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടേ എന്ന കാര്യം പറഞ്ഞ് ഇന്നത്തേക്ക് ജാമ്യ ഹർജി പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. പ്രതിഭാഗത്തിന്റെ ആത്മവിശ്വാസമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ജാമ്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി ജാമ്യത്തെ എതിർക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് സ്ഥിരീകരിക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ കീഴ്ക്കോടതിയിൽ നൽകിയ അതേ റിപ്പോർട്ടുകൾ തന്നെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം പൊതുസമൂഹത്തിന് നൽകും എന്നൊരു വാദവും ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന്റെ ജാമ്യ ഹർജിയെ എതിർക്കുക. 11 മണിയോടുകൂടി ജാമ്യ ഹർജി പരിഗണിക്കും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. 108ാമത്തെ ഐറ്റമായാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിഭാഗം വലിയ ആത്മവിശ്വാസത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 6 ദിവസമായി കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ ഒരു സൈബർ അതിക്രമ കേസുമായി ബന്ധപ്പെട്ടതായി കാണുന്ന ജില്ലാ ജയിലിൽ കഴിയുകയാണ്. ഓക്കെ, താങ്ക് യു.